എല്ലാവർക്കും ഇവാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ കുഞ്ഞു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണവ അല്ലെങ്കിൽ കൂന്തൽ എന്നാണ് മിക്ക ആൾക്കാർക്കും അറിയപ്പെടുന്നത്. അത് ഇന്നിവിടെ ഒരുപാട് കിട്ടി കേട്ടോ. അപ്പോഴത്തേക്ക് അത് ഞാൻ വിചാരിച്ച് കുഞ്ഞു കൊച്ചുങ്ങളുള്ള വീട്ടിലും വലിയവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കൊരു കണവ പൊരിക്കാമെന്ന് കരുതി. അത് പൊരിക്കേണ്ട രീതിയും പൊരിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോഴത്തേക്കും നമുക്ക് ആ വീട്ടിലോട്ട് പോവാം. അതിനു മുന്നേ പറയാണ്, കുഞ്ഞു കൊച്ചുങ്ങളായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെടും. നമ്മൾ സാധാ പൊരിച്ച് പൊട്ടിത്തെറിക്കുകയാണെങ്കിലൊക്കെ ചെയ്യുകയല്ലേ, ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ചെറിയ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇത് വീട്ടിലോട്ട് കിടക്കാം. എങ്കിൽ ബാ പെട്ടെന്ന് പോവാം. ഫസ്റ്റ് കണവ, അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില. കണവ ഒരു പാത്രത്തിലോട്ട് തട്ടിയിടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കരിവേപ്പില, ഇഞ്ചി ഇതെല്ലാം പാത്രത്തിൽ തട്ടിയിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതിനുശേഷം മുളക് പൊടി. നമ്മളെ എരി ഓരോരുത്തർക്കും പല ടൈപ്പ് എരിയാണല്ലോ, അപ്പോൾ ആവശ്യമുള്ള എരി, അതിനുശേഷം ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. പിന്നെ കുരുമുളക് ഇടുന്നവർക്ക് കുരുമുളക് ആഡ് ചെയ്യാം. അത് ഇവിടെ എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ആക്കണം. ഞാൻ ഇതിൻ്റെ കൂടെ ഉപ്പുണ്ടാകുന്നും കൂടി നോക്കും കേട്ടോ. എന്നിട്ട് അടുപ്പിലാക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതേ പരുവാണ്. അപ്പോൾ ഇതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി, വെള്ളവും വെളിച്ചെണ്ണയും കൂടി ഉണ്ട്, അതിനെ നല്ലതുപോലെ വരട്ടി എടുക്കണം. വരട്ടി എടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കണം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ഈ പരുവാകും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇത് വേവിക്കുന്നത്. എന്നിട്ട് ഇച്ചിരി തീ കൂട്ടി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി ഇതിനെ വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത് ഇതുവരെയുള്ള പാചകം കഴിഞ്ഞ് വരട്ടിയെടുക്കുമ്പോൾ തന്നെ സെറ്റായി. നമ്മൾ വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തു. ഇത് കണവ പൊരിച്ചത്, കണവ കറി. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.